കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ജോസ് കെ മാണി. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളുവെന്നും അത് ഇടതുമുന്നണിയോടൊപ്പമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. LDFിന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ താൻ തന്നെയാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കൾ നടത്തിയത്. ഈ നീക്കത്തിന് ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും പിന്തുണയുണ്ടായി. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF മുന്നണി പ്രവേശനത്തിനായി തയ്യാറായി നിൽക്കുന്നുവെന്ന തരത്തിൽ പ്രതീതി സൃഷ്ടിക്കുവാനും മാധ്യമങ്ങൾ ശ്രമിച്ചു. ഇവരുടെ എല്ലാം ലക്ഷ്യം മുളയിലെ നുള്ളിക്കളയുന്നതായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിൻ്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, തന്നെ ഓർത്ത് ആരും കരയേണ്ടതില്ല. UDFുമായി ചർച്ച നടന്നുവെന്നത് അഭ്യൂഹം മാത്രമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. LDFിന്റെ മധ്യമേഖലാ ജാഥ ക്യാപ്റ്റൻ താൻ തന്നെയാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ്. അല്ലേ? ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും. മാണി ഗ്രൂപ്പിനെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം പൊളിഞ്ഞത് UDFന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.